ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LPSA മാരത്തോണിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതുവരെ നമ്മൾ ഓൾറെഡി 3 വീഡിയോ LPSA ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 4ാമത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സോഴ്സ് കണ്ടുപിടിച്ചേക്കാണ്. UP സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിച്ചിട്ടുള്ള 4 ചോദ്യങ്ങളുടെ സോഴ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോഴ്സ് ഇതിന് വേണ്ടിയിട്ടാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് LPSA പരീക്ഷയിൽ റിപ്പീറ്റ് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ നല്ല നല്ല വിലയേറിയ കമൻറ്റുകളാണ് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് തരാൻ എന്നെക്കൊണ്ടാവുന്ന വിധം മാക്സിമം ശ്രമിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനെനിക്ക് കഴിയണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ LPക്കും എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും OMR ഷീറ്റ് പ്രാക്ടീസും എക്സാം പ്രാക്ടീസും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും അതിനെ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും. എല്ലാ സബ്ജക്റ്റിനും നമ്മൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. അതായത് സോഷ്യൽ സയൻസ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, സൈക്കോളജി, പെഡഗോഗി, അങ്ങനെ എല്ലാ സബ്ജക്റ്റിനും മാക്സിമം ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടാണ് നമ്മൾ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഒരു ചോദ്യം 4 ഓപ്ഷൻ എന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കിയത്. അതേ മാതൃകയിലാണ് എക്സാം തയ്യാറാക്കിയേക്കുന്നത്. OMR ഷീറ്റ് പ്രാക്ടീസ് ഉണ്ടായിരിക്കും. 2023 മുതൽ 2005 വരെ പ്രീവിയസ് ഇയർ ആയിട്ട് LP UP മേഖലകളിൽ PSC ഇതുവരെ നടത്തിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 4 ചോദ്യങ്ങൾ UP സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്ന 4 ചോദ്യങ്ങളാണ്. ഒന്ന്, ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചത് ആരായിരുന്നു? അത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നല്ലേ. സിമ്പിൾ ചോദ്യമായിരുന്നു. ലാഹോർ സമ്മേളനത്തിൻ്റെ ലാഹോർ സമ്മേളനം ബന്ധപ്പെട്ട് പ്രത്യേകതയിൽ പെടാത്തത് മെസപ്പൊട്ടാമിയയിലെ ആരാധനാലയങ്ങൾ. ഇതാണ് സിഗറാത്തുകളാണല്ലോ മെസപ്പൊട്ടാമിയയിലെ ആരാധനാലയങ്ങൾ. അതുപോലെ ഇപ്പോൾ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഉഴുത വയൽ. ഇത്രയും ചോദ്യം എവിടെ നിന്നാണ് ഈ 4 ചോദ്യങ്ങളും PSC കണ്ടെത്തിയിരിക്കുന്നത്? അതിൻ്റെ ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ ആ ഒരു സോഴ്സാണ് നമ്മളിന്നിവിടെ വെളിപ്പെടുത്താൻ പോകുന്നത്. ആ സോഴ്സുമായി റിലേറ്റ് ചെയ്ത ചാപ്റ്റേഴ്സിൽ നിന്ന് LPSAക്കും ചോദ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ ചോദ്യങ്ങൾ ആ ഒരു ചാപ്റ്ററും ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു 2 ചാപ്റ്റേഴ്സ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ആ ചാപ്റ്റർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെയൊക്കെ സോഴ്സ് ഞാൻ കണ്ടുപിടിക്കുന്നത്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചത് ആര്? ലാഹോർ സമ്മേളനത്തിന് പ്രത്യേകതയിൽ പെടാത്തത് ഏത്? ഈ 2 ചോദ്യം ഏത് ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ മെസപ്പൊട്ടാമിയയിലെ ആരാധനാലയങ്ങൾ, ഹാരപ്പൻ സംസ്കാരം ബന്ധപ്പെട്ട ഉഴുത വയൽ, ഇത് 4 ചോദിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ഈ കാണുന്നതാണ് കേട്ടോ. ഒന്ന്, 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും എന്ന ചാപ്റ്ററും, അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ നദീതട സംസ്കാരങ്ങളിലൂടെ. ഈ 2 ചാപ്റ്ററിൽ നിന്നാണ് നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള 4 ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ LPSA പരീക്ഷയിലും ഈ 2 ചാപ്റ്റേഴ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ചാപ്റ്ററിലുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ നാരിച്ചു പറക്കി പഠിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ 2 ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസിനെ എങ്ങനെയൊക്കെ സ്വാതന്ത്ര്യവും ചാപ്റ്റർ നമുക്ക് നോക്കാം. ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് ആര്? രാജ്കുമാർ ശുക്ല എന്ന് പറയുന്നത്. അപ്പോൾ ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി രാജ്കുമാർ ശുക്ലയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 ലക്നൌവിൽ കോൺഗ്രസ് സമ്മേളനം നീലം കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ബ്രിജ് കിഷോർ ശർമ്മയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ നീലം കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചത്. ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായ സംഭവം, ഗാന്ധിജിയുടെ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായിട്ടുള്ള സംഭവം എല്ലാവർക്കും അറിയാലേ, ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്നാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്? 1917 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കണം. എന്നാണ്? 1917 ആദ്യത്തെ ഗാന്ധിജിയുടെ പൊതുപ്രവർത്തനം ആരംഭിച്ച ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി ആരുടെ കേസുകൾ വാദിക്കാനായാണ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ദാദാ അബ്ദുള്ള, അതായത് ഗുജറാത്തിലൊരു വ്യാപാരിയായിട്ടുള്ള ദാദാ അബ്ദുള്ളയുടെ കേസുകൾ വാദിക്കാനാണ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്. ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജി ഇറക്കിവിട്ട ട്രെയിൻ യാത്ര ഏതായിരുന്നു? ദർബാൻ
പ്രിട്ടോറിയ യാത്രയിലായിരുന്നു. ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാരോടൊപ്പം സഞ്ചരിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയെ ഇറക്കി വിട്ട ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. ഇനി ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ്, എത്ര കാലയളവാണ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്? 21 വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ഇത് ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ചമ്പാരൻ നീല കർഷക സമരം എവിടെയാണ്? ഈ പ്രദേശം ചമ്പാരനിലെ നീലം കർഷക സമരം നടന്നിട്ടുള്ളത് എവിടെയാണ്? ബീഹാറിലാണ്. എന്നാണ് നടന്നത്? 1917. ഇനി അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഈ ബീഹാറിലെ ചമ്പാരൻ സമരം കഴിഞ്ഞിട്ട് പിന്നെ ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. ഗുജറാത്തിലാണത്. 1918. മറ്റൊന്ന് ഗേദ കർഷക സമരമാണ്. അതും ഗുജറാത്തിൽ തന്നെയാണ്. 1918. അപ്പോൾ ചമ്പാരനിലെ നീലം കർഷക സമരം എൻ്റെ ഒപ്പം പറഞ്ഞു പോയിക്കേ. ചമ്പാരനിലെ നീലം കർഷക സമരം എവിടെയാണ് പ്രദേശം? ബീഹാർ. വർഷം 1917. അഹമ്മദാബാദ് തുണിമിൽ സമരം ഗുജറാത്ത് 1918. ഗേദ കർഷക സമരം ഗുജറാത്ത് 1918. അപ്പോൾ ഗേദയും അതുപോലെ അഹമ്മദാബാദ് ഒരു പ്രദേശമാണ്, ഒരു വർഷമാണ്. ചമ്പാരൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ചമ്പാരൻ ബീഹാർ 17, മറ്റു രണ്ടും 18 ഗുജറാത്ത് കേട്ടോ. ഇനി അഹമ്മദാബാദിലെ മിൽ സമരത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു അഹമ്മദാബാദ് മിൽ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. 1917 അഹമ്മദാബാദിൽ വ്യാപിച്ച പ്ലേഗിനെ തുടർന്ന് തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ 80% ബോണസായി നൽകിയിരുന്നു. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിട്ടുള്ള കർഷകരിൽ നിന്ന് നികുതി പിരിക്കാൻ തീരുമാനിച്ചതോടുണ്ടായ സമരമാണ് ഏത്? ഗേദ സമരം. പ്ലേഗ് ബോണസിനെ ചൊല്ലിയിട്ടാണ് അഹമ്മദാബാദ് സമരം നടന്നതെങ്കിൽ എന്താണ്? നികുതി പിരിച്ചത് മൂലമായിട്ടുണ്ടായിരുന്ന സമരമാണ് ഏത്? ഗേദ സമരം എന്ന് പറയുന്നത്. ഗേദ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന ഇമ്പോർട്ടൻ്റ് ആണ്. ഗുജറാത്ത് സഭയാണ്. ഗുജറാത്ത് സഭയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു. അപ്പോൾ ഗേദ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന ഗുജറാത്ത് സഭയാണ്. ഗുജറാത്ത് സഭയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു. ഗാന്ധിജിയോടൊപ്പം ഗേദ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാനിയുമാണ് ഗാന്ധിജിയോടൊപ്പം ഗേദ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാനിയുമാണ് ഗാന്ധിജിയോടൊപ്പം ഗേദ സമരത്തിൽ പങ്കെടുത്തത്. ഗുജറാത്ത് സഭയായിരുന്നു ഈ ഗേദ സമരം നയിച്ചത്. അതിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? മഹാത്മാഗാന്ധി ആയിരുന്നു. ഇനി അടുത്തതാണ് റൗലറ്റ് നിയമം അല്ലെങ്കിൽ കരി നിയമം എന്നറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഒരു ഇഷ്ടഭാഗമാണ് ഈ റൗലറ്റ് നിയമം കേട്ടോ. ഏതൊരാളിനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാൻ കഴിയുന്ന നിയമത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റൗലറ്റ് നിയമം. ഏതൊരു വ്യക്തിയും, അത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്ത് പറഞ്ഞാലും അവരെ റൗലറ്റ് നിയമപ്രകാരം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് അകത്താക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പലതവണ പ്രീവിയസ് PSC ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായിട്ടുള്ള സംഭവം ഏതാണെന്ന്. സമരമല്ല, സംഭവം ഏതാണെന്ന്. ഏതാണ്? റൗലറ്റ് നിയമമാണ്. എന്നാണ് ഈ റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത്? 1919 എന്ന് ഓർത്തിരിക്കുക. എന്തെന്ന് ഓർത്തിരിക്കുക? 1919. അപ്പോൾ പറഞ്ഞ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം താഴെ പറയുന്നവയിൽ ഏതാണ്? എൻ്റെ ഒപ്പം പറഞ്ഞ് റൗലറ്റ് നിയമം. 1919 നടന്ന റൗലറ്റ് നിയമം. റൗലറ്റ് നിയമം എന്താണ്? ഏതൊരു ഇന്ത്യക്കാരനെയും ഒരു തെളിവുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് തടങ്കിൽ പാർപ്പിക്കാമെന്നതായിരുന്നു ഈ റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. റൗലറ്റ് നിയമം പാസ്സാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സർ സിഡ്നി റൗലറ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്. വിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സൈഫുദ്ദീൻ കിച്ചിലും സത്യപാലുമാണ്. റൗലറ്റ് നിയമ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? സൈഫുദ്ദീൻ കിച്ചിലും സത്യപാലുമാണ് റൗലറ്റ് നിയമങ്ങൾക്കെതിരെ പഞ്ചാബിൽ നേതൃത്വം നൽകിയത്. വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. റൗലറ്റ് നിയമങ്ങൾക്കെതിരെ പഞ്ചാബിൽ നേതൃത്വം നൽകിയ വ്യക്തി താഴെ പറയുന്നവയിൽ ഏതാണ്? അല്ലെങ്കിൽ അതിനകത്ത് പെടാത്തത് ഏത്, പെടുന്നത് ഏത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആരൊക്കെയാണത്? ഒന്ന് സൈഫുദ്ദീൻ കിച്ചിലും മറ്റൊന്ന് സത്യപാലുമാണ്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ആണേത്? റൗലറ്റ് നിയമം അല്ലെങ്കിൽ കരിനിയമം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ റൗലറ്റ് നിയമമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. എന്തായിരുന്നു ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറഞ്ഞത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ഞാൻ പറഞ്ഞു റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ആരാണ്? സൈഫുദ്ദീൻ കിച്ചിലും സത്യപാലും ചേർന്നിട്ടാണ് നേതൃത്വം നൽകിയത്. ഈ സൈഫുദ്ദീൻ കിച്ചിലുവിനെയും സത്യപാലിനെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ റൗലറ്റ് നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർ ഈ ഒരു റൗലറ്റ് നിയമത്തിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ടാണല്ലോ ഇവരെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അവർ ഈ അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? ഇവരെ വിട്ടുകിട്ടണം, ഇവരെ അറസ്റ്റ് ചെയ്ത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം ജനങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ റൗലറ്റ് നിയമത്തിനെതിരെ
എന്താണ് വലിയ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് പോവുകയും അതിനകത്ത് ഈ പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ ഒത്തുകൂടുകയും ചെയ്തു. അപ്പോൾ അതവിടെ ഒരു എന്താ പറയുക, ഒരു കോട്ട പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ സമരത്തിൽ അവരിങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു, സൈഫുദ്ദീൻ കിച്ലുവിനെ സത്യപാലനെ നിങ്ങൾ പുറത്തിറക്കി വിടണം, അതായത് റൗല നിയമം വേണ്ടാന്ന് വെക്കണത് അത്ര ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ഉറക്കെ അനുയായികൾ എന്ത് ചെയ്തു, സമരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഇപ്പുറ സൈഡിൽ ഇവർ സമരം ജയിലൊക്കെ വിളിച്ച് ഇവർ നിൽക്കുകയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഈ ബ്രിട്ടീഷ് പട്ടാളം നിറതോക്കുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ജനറൽ ഡയർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആയിരുന്നു ഈ ഒരു പട്ടാളത്തിന് നേതൃത്വം നൽകിയത്. അവർ കുറേ നേരം ഇവർ സമരമൊക്കെ നോക്കിക്കൊണ്ട് ഇവർ നിന്നു. എന്നിട്ട് ജനറൽ ഡയർ എന്ത് ചെയ്തു, ഫയർ എന്ന് ആഹ്വാനം ചെയ്തു. ഈ ഫയർ എന്ന് ആഹ്വാനം ചെയ്തതോടുകൂടി നിറതോക്കുമായി നിന്ന പട്ടാളം എന്ത് ചെയ്തു, ഇവിടെ കൂടി നിന്ന്, അതായത് ഈ ഒരു സൈഫുദ്ദീൻ കിച്ലുവിനെയും സത്യപാലനെയും വിട്ട് കിട്ടണം, റൗല നിയമം വേണ്ട എന്ന് വയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയ ജനങ്ങളുടെ നേരെ ഈ ഒരു ഫയർ എന്ന് പറഞ്ഞോടുകൂടി ഇവരെന്ത് ചെയ്തു, ഇവർ വെടിവെക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒട്ടുകൂടി ജനങ്ങൾ നാനാ ഭാഗത്തേക്കും ചിതറി ഓടാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു കോട്ട പോലെയുള്ള സ്ഥലമായതുകൊണ്ട് ഒത്തിരി പേർക്കൊന്നും ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഒത്തിരി പേര് ആ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കൊല്ലപ്പെടുകയാണുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ദാരുണമായ സംഭവമായി പോയി അത്. അതിനത് കണക്ക് പ്രകാരം 300 സംതിങ് ആളുകൾ എന്തോ മരിച്ചു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പക്ഷെ അത്രയൊന്നും അല്ല, അതിൻ്റെ 4-5 ഇരട്ടി ആളുകളാണെന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് എന്താണ് അതിൻ്റെ ആ പുറകിലുള്ള സംഭവം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ കഥ കേട്ടിരിക്കുമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം എവിടെയാണ്? അമൃത്സറാണ്. പഞ്ചാബിലെ അമൃത്സറിലാണ് ഇവർ ഒത്തുകൂടിയതും ഈ കൂട്ടക്കൊല നടന്നതും. ജാലിയൻ വാലാബാഗ് ഒത്തുകൂടിയ ജനങ്ങൾക്കെതിരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ആരാണ്? ജനറൽ ഡയർ ആണ്. ആരാണ്? ജനറൽ ഡയർ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടുവെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി, ഇത് പ്രീവിയസ് ചോദ്യമായിരുന്നു കേട്ടോ. ആരാണ്? മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ പ്ലാസി യുദ്ധമാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടു എന്ന് പറയപ്പെടുന്ന യുദ്ധം പ്ലാസി യുദ്ധമാണ്. അടിത്തറ ഇളക്കി എന്നറിയപ്പെടുന്ന യുദ്ധം ഏതാണ്? അത് നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് കേട്ടോ. ഇനി ഗാന്ധിജിയുടെ ചലച്ചിത്രത്തിൽ ഗാന്ധിജിൻ സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് അറ്റൻബാറോയാണ്. അപ്പോൾ ഈ റിച്ചാർഡ് അറ്റൻബാറോയാണ് ഗാന്ധി സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത്. ഇതിൽ ഗാന്ധിജി ചിത്രത്തിൽ ലഭിച്ച ഓസ്കാർ അവാർഡുകളുടെ എണ്ണം, ഗാന്ധി ചിത്രത്തിൽ ലഭിച്ച ഓസ്കാർ അവാർഡുകളുടെ എണ്ണം 8 കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണ 2 മാസം മുമ്പ് ഒരു UP സ്കൂൾ അസിസ്റ്റൻറ്റ് കന്നഡ മീഡിയം പരീക്ഷ നടന്നിട്ടുണ്ടെന്ന് ഞാൻ ഒരു തവണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടു നോക്കിയവർക്ക് അറിയാം. ആ വീഡിയോയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ഗാന്ധിജിയുടെ ഒരു ഗാന്ധിജിയുടെ സിനിമയോട് സംവിധാനം ചെയ്ത വ്യക്തിയുടെ പേരെന്തായിരുന്നു എന്ന്. റിച്ചാർഡ് അറ്റൻബാറോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ 2 മാസം മുമ്പ് നടന്ന UP സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിച്ച ചോദ്യമാണ്. ഇത് കഴിഞ്ഞ ദിവസം നടന്ന UP സ്കൂൾ അസിസ്റ്റൻറ്റിലല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. 2 മാസം മുമ്പ് കന്നഡ മീഡിയം ഒരു UP സ്കൂൾ അസിസ്റ്റൻറ്റ് ഒരു പരീക്ഷ PSC നടത്തിയിട്ടുണ്ട് ഇതേ സിലബസ് വെച്ച്. അതിൽ ചോദിച്ച ചോദ്യമായിരുന്നു ഗാന്ധിജി സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു? റിച്ചാർഡ് അറ്റൻബാറോ ആയിരുന്നു കേട്ടോ. ആ ചോദ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ കന്നഡ മീഡിയം പരീക്ഷയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഗാന്ധിജി ചിത്രത്തിൽ ലഭിച്ച ഓസ്കാർ അവാർഡുകളുടെ എണ്ണം 8. ഇന്ത്യയുടെ സ്വതന്ത്ര സമരവും ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കരണമാണ് ഗാന്ധി എന്ന് പറയുന്ന സിനിമ. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിത അനുഭവത്തിൻ്റെ ദൃശ്യാവിഷ്കാരം ഏതായിരുന്നു? മേക്കിംഗ് ഓഫ് മഹാത്മ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറഞ്ഞാൽ ശ്യാം ബെന്നഗലാണ് ഇതിൻ്റെ സംവിധായകനായിട്ട് വരുന്നത്. ഈ നിസ്സഹരണ പ്രസ്ഥാനത്തെക്കുറിച്ച് നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം, ഇത് PSCയുടെ ചോദ്യമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനമാണ് കേട്ടോ. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദേശീയ പ്രക്ഷോഭമാണേത്? നിസ്സഹരണ പ്രസ്ഥാനം. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദേശീയ പ്രക്ഷോഭമാണേത്? നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണ്? സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. നിസ്സഹരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയെ ശക്തി പ്രാപിച്ച മറ്റൊരു ദേശീയ പ്രക്ഷോഭം. നിസ്സഹരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു ദേശീയ പ്രക്ഷോഭമാണേത്? ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. 1-ാം ലോക മഹായുദ്ധത്തിനു ശേഷം തുർക്കിയിലെ ഭരണാധികാരി ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയെ അധികാരങ്ങൾ പരിമിതിപ്പെടുത്താൻ ബ്രിട്ടീഷ് ശ്രമിച്ചതിൻ്റെ ഫലമായി ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണേത്?
ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം നേതൃത്വം നൽകിയത് പ്രീവിയസ് ഇയർ ചോദ്യമാണ് കേട്ടോ PSCയുടെ. ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത്. ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഗാന്ധിജിയും എന്ത് ചെയ്തു? ഇവരോടൊപ്പം ഉടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് PSCയുടെ ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ് ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ പോലീസ് വെടിവെപ്പ് രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ട് 22 പോലീസുകാർ മരിക്കാനിടയ സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമര രീതിയായിരുന്നു അദ്ദേഹം. ആരെയും ദ്രോഹിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ എന്താണ് നിരാഹാരം പോലുള്ള സമരമുഖങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിട്ട് വേണം നമുക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നേടാനെന്ന് വിശ്വസിച്ചിരുന്ന ഗാന്ധിജി അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഈ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലം, ഈ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലം ഉത്തർപ്രദേശിലാണ് കേട്ടോ. അപ്പോൾ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു? പോലീസ് ഒരു വെടിവെപ്പ് ഉണ്ടാവുകയും ഈ വെടിവെപ്പിൽ രോഷാകുലരായിട്ടുള്ള അവിടുത്തെ നേതാക്കൾ എന്ത് ചെയ്തു? ഇവരെല്ലാം കൂടി അവിടുത്തെ പോലീസ് സ്റ്റേഷൻ തീയിട്ടാൻ കത്തിച്ചു. ആ കത്തിച്ചപ്പോൾ 22ഓളം പോലീസുകാർ അതിനകത്ത് വെന്തു മരിക്കുകയുണ്ടായി. അപ്പോൾ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് എതിരായിട്ട് നടന്നൊരു സംഭവമാണ് ഏത്? ഈ ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് എതിരായി നടന്നുകൊണ്ട് തന്നെ ഗാന്ധിജിക്ക് ഈ ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചൗരി ചൗര സംഭവത്തോടും ഗാന്ധിജി എന്ത് ചെയ്തു? നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. കാരണം ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു സമര രീതിയോ സമരമാർഗമോ ആയിരുന്നില്ല എന്ത്? ഈ ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വിഷമിച്ച ഗാന്ധിജി എന്ന് പറഞ്ഞു, ഈ നിസ്സഹരണ പ്രസ്ഥാനം വേണ്ട, നിസ്സഹരണ പ്രസ്ഥാനം ഞാൻ നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി അങ്ങനെ പറഞ്ഞത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നിസ്സഹരണ പ്രസ്ഥാനത്തിലേക്ക് വന്നതും നിസ്സഹരണ പ്രസ്ഥാനം അതുവരെ കൊണ്ടുവന്നതിനും ഒരുപാട് കഷ്ടപ്പാടുകൾ ഓരോരുത്തരും കഴിച്ചിരുന്നു. പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായതിൻ്റെ പേരിൽ നിസ്സഹരണ പ്രസ്ഥാനം വേണ്ട എന്ന് വയ്ക്കുന്നത് സുഭാഷ് ചന്ദ്ര പോലുള്ള വ്യക്തികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളോട് സുഭാഷ് ചന്ദ്രബോസിനും സ്വരാജ് പാർട്ടിയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയോട് പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം 1923 സ്വരാജ് പാർട്ടി രൂപം കൊള്ളുന്നത്. സ്വരാജ് പാർട്ടിയുടെ രൂപം നൽകിയവരാരൊക്കെയായിരുന്നു? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ് സ്വരാജ് പാർട്ടി രൂപം നൽകിയത് കേട്ടോ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് പലതവണ പ്രീവിയസ് ഇയർ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. PSCക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളുണ്ട്, കുറച്ച് ഇഷ്ടപ്പെട്ട ചാപ്റ്റേഴ്സും ഉണ്ട്. ആ ഇഷ്ടപ്പെട്ട ചാപ്റ്റേഴ്സിൽ നിന്നും ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നുമാണ് UP സ്കൂൾ അസിസ്റ്റൻറ്റ് സോഷ്യൽ സയൻസിൽ റിപ്പീറ്റ് അടിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇത്ര എഫേർട്ട് എടുത്ത് ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചതൊക്കെ ഞാൻ അന്വേഷിച്ച് കൊണ്ടുവരും, നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും LPSCക്ക് പഠിക്കുന്നതിന് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, മോഡൽ എക്സാം, OMR ഷീറ്റ്, OMR പ്രാക്ടീസ് എക്സാം സെക്ഷൻ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത്രയും ഡീപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ്. വളരെയധികം നിങ്ങൾക്ക് ഈ എക്സാമിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിൽ തിരിച്ചു വരാം. അപ്പോൾ സ്വരാജ് പാർട്ടിയുടെ രൂപം നൽകിയത് CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ്. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദിയാക്കണമെന്ന് അഭിപ്രായപ്പെട്ടവരാണ് ആര്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. അപ്പോൾ സ്വരാജ് പാർട്ടി രൂപീകരിച്ച് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റു. എൻ്റെ ഒപ്പം പറഞ്ഞേ, CR ദാസും മോത്തിലാൽ നെഹ്റു എന്ന് 1923. ഇനി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വ്യാപാരികൾ ഡൽഹിയിൽ രൂപം നൽകിയ സംഘടനയാണ് ഏത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇത് രൂപം കൊണ്ടത് 1928. ഈ ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക് അസോസിയേഷൻ നേതൃത്വം നൽകിയവരിൽ പെടാത്തത് ഏത് എന്നൊരു തവണ PSCയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്നിട്ടാണ് എന്ത് രൂപം നൽകിയത്? ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക് അസോസിയേഷന് 1928 നേതൃത്വം നൽകിയത്. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ഗുരു എന്നിവർ സായുധ വിപ്ലവത്തിന് ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക് ആർമി എന്ന് പറയുന്നത്. എന്താണ് റിപ്പബ്ലിക് ആർമി എന്ന് പറയുന്നത്? ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ പോലീസുകാരൻ ആരാണ്? സാണ്ടേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് കാരണമായിട്ടുള്ള പോലീസുകാരൻ ആരാണ്? സാണ്ടേഴ്സ് ആണ്. സാണ്ടേഴ്സിന് ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്ന വിപ്ലവകാരികൾ ആരൊക്കെയാണ്? രാജ്ഗുരു, ഭഗത് സിംഗ്, സുഖ്ദേവ് എന്നിവർ ചേർന്ന് എന്ത് ചെയ്തു? ഈ ലാലാ ലജ്പത് റായിയുടെ മരണത്തിൽ നയിച്ച വ്യക്തിയെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് അവരെ തൂക്കിലേറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൗരാവകാശങ്ങൾ പരിമിതിപ്പെടുത്താനുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നതിന് പ്രതിഷേധിച്ച് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ വിപ്ലവകാരികളായിരുന്നു ആരൊക്കെ? ഭഗത് സിംഗ്,
ബതുകേശ്വർ ദത്ത് എന്നിവർ പറയുന്ന എന്ത് ചെയ്തു, ഈ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിലേക്ക് സെൻട്രൽ ലെജിസ്ലേറ്റീവിലേക്ക് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ വ്യക്തികളായിരുന്നു. ഭഗത് സിംഗ്, സുഖ്ദേവ് രാജഗുരു എന്നിവർ, അതായത് നമ്മുടെ സാൻഡേഴ്സിനെ വധിച്ച, ലാഹോറിൽ വെച്ച് വെടിവെച്ച 3 പേരെയും 1931 മാർച്ച് 23 തൂക്കിലേറ്റുകയാണ് ചെയ്തത്. ഇനി വിപ്ലവ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും നമുക്ക് നോക്കാം. അഭിനവ് ഭാരത് സൊസൈറ്റി, VD സർവർക്കറിൻ്റെയാണ് അഭിനവ് ഭാരത് സൊസൈറ്റി. ഓർത്തിരിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരായിരുന്നു ആണ് ഈ തവണത്തെ ചോദ്യമെങ്കിൽ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക് അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അഭിനവ് ഭാരത് സൊസൈറ്റി രൂപീകരിച്ചത് ആരാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എന്താണ് അഭിനവ് ഭാരത് സൊസൈറ്റി രൂപീകരിച്ചത് ആരാണ്? VD സവർക്കറാണ്. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷും പുലിനാൻ ബിഹാരി ദാസും ചേർന്നിട്ടാണ് എന്ത് ചെയ്ത് അനുശീലൻ സമിതി രൂപീകരിച്ചത്. ഗദാർ പാർട്ടി ആരാണ്? ലാല ഹർദയാലം ചേർന്നിട്ടാണ് ഗദാർ പാർട്ടി രൂപീകരിച്ചത്. ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി, PSCയുടെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി രൂപീകരിച്ചത് ആരാണ്? സൂര്യ സെൻ ആണ് കേട്ടോ. ഇനി റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയെ പ്രചരിക്കാൻ തുടങ്ങിയ വർഷം 1930. ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന സമയത്താണ് റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ, അരുണ ആസിഫ് അലി എന്നിവർ ചേർന്നിട്ടാണ് എന്ത് ചെയ്ത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയത്. ഇനി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വ്യക്തി ആരാണ്? ജയപ്രകാശ് നാരായണനാണ് കേട്ടോ. ഇതും പ്രീവിയസ് ഇയർ PSC ചോദ്യമാണ് കേട്ടോ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം 1934 ബോംബെയിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വളരെ സജ്ജമായിരുന്ന സംഘടനയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്ന് സമരത്തെ പിന്തുണ നൽകിയവർ ആരൊക്കെയാണ്? ഇതും പ്രീവിയസ് PSCയുടെ ചോദ്യമായിരുന്നു. ഈ UP സ്കൂൾ അസിസ്റ്റൻ്റിനുള്ള കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതിനു മുമ്പ് പല PSC എക്സാമുകളിലും പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ സമരത്ത് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്ന് സമരത്തിന് പിന്തുണ നൽകിയത് ആരാണ്? ജയപ്രകാശ് നാരായണും അരുണ ആസിഫ് അലിയുമാണ്. ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ അറസ്റ്റിലായപ്പോൾ ഒളിവിൽ. ഇതാണ് PSC കഴിഞ്ഞ ദിവസം UP സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഈ ചോദ്യം. കിടക്കുന്നു ആ ഒരു ചോദ്യം. കോൺഗ്രസ് വിട്ട ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി ആരാണ് രൂപീകരിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ UP സ്കൂൾ അസിസ്റ്റൻ്റ് ചോദ്യം വന്നേക്കുന്നത് കണ്ടല്ലോ. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടിയാണ് ഏത്? ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് താഴെ പറയുന്നവരിൽ ആര് രൂപീകരിച്ചതായിരുന്നു എന്നാണ് UP സ്കൂൾ അസിസ്റ്റൻ്റ് ചോദ്യം. അത് ആരാണ്? ഫോർവേഡ് ബ്ലോക്കാണ്. സുഭാഷ് ചന്ദ്രബോസാണ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത്. ഇനി ഗാന്ധിയൻ സമര രീതിയോട് പല ഘട്ടങ്ങളിലും വിജയോജി പ്രകടിപ്പിക്കുന്ന നേതാവ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധി നിസ്സഹരണ പ്രസ്ഥാനമൊക്കെ നിർത്തിവെക്കാൻ പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസിന് ഒട്ടും ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. റാഷ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസാണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. ആ നേതൃത്വം ഏറ്റെടുത്ത ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിലെ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ച സ്ഥലം എവിടെയാണ്? സിംഗപ്പൂരാണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിനായി ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചത് സിംഗപ്പൂരിലാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ്? ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിലാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം അറിയപ്പെട്ടിരുന്നത്. ഈ INAയുടെ വനിതാ വിഭാഗം മേധാവി ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മി മലയാളി ആയിരുന്നു കേട്ടോ. ഇനി ജപ്പാൻ സഹായത്തോടെ INA ദേശീയ പതാക ഉയർത്തിയ സ്ഥലം. ജപ്പാന്റെ സഹായത്തോടെ INA ദേശീയ പതാക ഉയർത്തിയ സ്ഥലം എന്ന് പറയുന്നത് ഇംഫാലാണ്. ഇതും ഒരു തവണ PSC പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. ജപ്പാന്റെ സഹായത്തോടെ INAയിൽ ദേശീയ പതാക ഉയർത്തിയത് എവിടെയാണ്? ഇംഫാലിലാണ്. ഇനി വാഞ്ചി അയ്യർ PSC ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ് കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയാണ് ആര്? വാഞ്ചി അയ്യർ എന്ന് പറയുന്നത്. വാഞ്ചി അയ്യറുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയാണ് ആര്? വാഞ്ചി അയ്യർ. 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി സ്റ്റേഷനിൽ വെച്ച് വാഞ്ചി അയ്യർ വെടിവെച്ച് കൊന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറാണ് ആര്? റോബർട്ട് വില്യം എന്ന് പറയുന്നത് കേട്ടോ. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ വാഞ്ചി അയ്യർ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളെ അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തിന് ഗാർ നിദ്രയിൽ നിന്ന് ഉണർത്തി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മാഡം ഗാമയാണ്. വന്ദേമാതരം പ്രസിദ്ധീകരണത്തിലാണ് മാഡം ഗാമ ഇങ്ങനെ അഭിപ്രായപ്പെട്ടുള്ളത്.
ദക്ഷിണ വിപ്ലവത്തിൽ നിന്നും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയെ തൊഴിലാളി പ്രസ്ഥാനം രൂപീകരിക്കുന്ന കാരണമായെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. ആദ്യകാലത്ത് ഇന്ത്യ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ ഏതൊക്കെയാണ്? അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ. 2023 നടന്നൊരു PSC പ്രീവിയസ് ഇയർ ചോദ്യമായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ആദ്യകാല ഇന്ത്യയിൽ രൂപപ്പെട്ട തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് അസോസിയേഷനും മദ്രാസ് ലേബർ യൂണിയനും. 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിക്കുന്ന മുൻകൈ എടുത്ത ആരാണ്? NM ജോഷിയും ലാല ലജപത് റായുമാണ് 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൽ സ്ഥാപിക്കപ്പെടുന്നതിന് മുൻകൈ എടുത്തവർ. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ഫലമായി അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായത് ലാഹോറിലാണ്. എവിടെയാണ്? ലാഹോറിലാണ്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് അഖിലേന്ത്യൻ കിസാൻ സഭ എന്നാണ്. അപ്പോൾ അഖിലേന്ത്യൻ കിസാൻ കോൺഗ്രസ് പിൽക്കാലത്ത് ഏത് പേരിൽ അറിയപ്പെട്ടു? അഖിലേന്ത്യൻ കിസാൻ സഭ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയ സമ്മേളനമാണ് അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനം എന്ന് പറയുന്നത്. കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയ സമ്മേളനം ഏതാണ്? അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനമാണ്. ബോംബെയിൽ വച്ചിട്ടാണിത് നടന്നിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രധാന തൊഴിലാളി കർഷക സമരങ്ങളും നടന്ന സ്ഥലങ്ങളുമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. തേഗഭാഗ സമരം ബംഗാൾ, തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്, നാവിക കലാപം ബോംബെ. അപ്പോൾ തേഗഭാഗ സമരം ബംഗാൾ, തെലങ്കാന ആന്ധ്രാപ്രദേശ്, നാവിക കലാപം എവിടെയാണ്? ബോംബെയാണ്. ഇന്ത്യയുടെ അനുഭാവം പുലർത്തിയിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് അറ്റ്ലിയാണ് ഇന്ത്യയുടെ അനുഭാവം പുലർത്തിയിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ക്ലെമന്റ് അറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടി ഏതാണ്? ലേബർ പാർട്ടിയാണ് കേട്ടോ. ക്ലെമന്റ് അറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടിയുടെ പേരെന്താണ്? ലേബർ പാർട്ടി എന്നാണ്. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച സംഘടനയാണ് സർവേന്ത്യ ലീഗ്. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? സർവേന്ത്യ ലീഗാണ്. സർവേന്ത്യ ലീഗ് രൂപീകരിച്ച വ്യക്തി ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. ഇത് പ്രീവിയസ് PSCയുടെ ചോദ്യമാണ്. സർവേന്ത്യ ലീഗ് രൂപീകരിച്ച വ്യക്തി ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ക്ലെമന്റ് അറ്റ്ലി ഇന്ത്യയോട് നിർമ്മിച്ച വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. ഇന്ത്യയെ വിഭജിക്കാതെ അധികാരത്തിൽ കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൺ അതിനായി തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. അപ്പോൾ ഇന്ത്യ വിഭജിക്കാൻ തയ്യാറാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി എന്നതാണ്. കോൺഗ്രസും സർവേന്ത്യ ലീഗും മൗണ്ട് ബാറ്റൺ പദ്ധതി അംഗീകരിച്ചു. കോൺഗ്രസും സർവേന്ത്യ ലീഗും എന്ത് ചെയ്തു? മൗണ്ട് ബാറ്റൺ പദ്ധതി അംഗീകരിച്ചു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വ്യക്തിയെക്കുറിച്ച് പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് PSCയിൽ. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവായിരുന്നു ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയും ആര് തന്നെയായിരുന്നു? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരുന്നു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ് പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിച്ച ആദ്യ വിദേശി. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിച്ച ആദ്യ വിദേശിയാണ് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 1987 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത് 1947 ജൂലൈയിലായിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വരാൻ കാരണമായ നിയമമാണ് ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം. ലാഹോർ സമ്മേളനം നോക്കാം. അപ്പോൾ ലാഹോർ സമ്മേളനമാണ് UP സ്കൂൾ അസിസ്റ്റൻ്റ് രണ്ടാമത് ചോദിച്ചിരുന്ന ഒരു ചോദ്യം കേട്ടോ. ലാഹോർ സമ്മേളനത്തിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ലാഹോർ സമ്മേളനത്തിന് പ്രത്യേകതയിൽ പെടാത്തത് ഏത്? അങ്ങനെ എന്തോ ആയിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. ലാഹോർ സമ്മേളനം നടന്നത് എന്നാണ്? 1929 ലാഹോർ സമ്മേളനം നടന്നത്. ഞാൻ കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റ് കൊടുത്തിരുന്നു UP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് കുറച്ച് ദിവസം മുമ്പ്. എന്നൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് ആ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. ലാഹോർ സമ്മേളനം INC ഞാൻ ആകെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലാഹോർ സമ്മേളനമായിരുന്നു സ്റ്റുഡൻസിനോട്. കൃത്യമായിട്ട് ലാഹോർ സമ്മേളനം തന്നെയാണ് UP സ്കൂൾ അസിസ്റ്റൻറ്റിന് INC നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് പേര് താങ്ക് യു ഒക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയച്ചവരോടൊക്കെ ഞാനും തിരിച്ച് താങ്ക് യു പറയുന്നു കേട്ടോ. അപ്പോൾ ലാഹോർ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതൊന്ന് പറഞ്ഞത്. അത് അതേപടി തന്നെ ചോദിക്കുകയും ചെയ്തു. അതുപോലെ വാക്പടാനന്ദൻ ഞാൻ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. വാക്പടാനന്ദന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പ്രഡിക്ഷനൊക്കെ നടത്തുന്നത് ഈ കഴിഞ്ഞ UP സ്കൂൾ അസിസ്റ്റൻ്റ് കന്നഡ മീഡിയം പരീക്ഷ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റിലേറ്റഡ് ഫാക്ട് വെച്ചിട്ടാട്ടോ അന്ന് പ്രഡിക്ഷൻ നടത്തുന്നത് ശരിയായി. അതുപോലെ UP സ്കൂൾ അസിസ്റ്റൻ്റ് വിഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു മാരത്തോൺ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ ലാഹോർ സമ്മേളനം 1929 ലാഹോർ സമ്മേളനം നടക്കുന്നത്. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഏത്? നമ്മുടെ ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം. UP ക്ലസ്റ്ററിന്റെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സമ്മേളനം എന്നായിരുന്നു ലാഹോർ സമ്മേളനം കൊടുത്തിരുന്നത്. ആ പ്രസ്താവനയായിരുന്നു തെറ്റായിട്ട് ഉണ്ടായിരുന്നത്. രവി നദിക്കരയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ത്രിവർണ്ണ പതാക അനാവരണം ചെയ്ത വർഷമാണ് 1929 ഡിസംബർ 3 എന്ന് പറയുന്നത്. ഇനി സിവിൽ നിയമലംഘനം. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധ സിവിൽ നിയമങ്ങളെ ലംഘിക്കാൻ തീരുമാനിച്ച സമരമാണേത്? സിവിൽ നിയമലംഘനം എന്ന് പറയുന്നത്. നിയമലംഘന സമരത്തിനെ ഗാന്ധിജി ആയുധമാക്കിയെടുത്തത് എന്താണ്? ഉപ്പായിരുന്നു. ഗുജറാത്തിലെ ദരസാനിൽ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ആയിരുന്നു. ഗുജറാത്ത് ദരസാനിൽ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയത് ആരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു. നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പയ്യന്നൂര് കേരളം, ദേവാരുണ്യം തമിഴ്നാട്, ബോംബെ മഹാരാഷ്ട്ര, നവഗാലി ബംഗാൾ, വടക്കു പടിഞ്ഞാറ് അതിർത്തി പ്രദേശങ്ങൾ. അപ്പോൾ നിയമലംഘന പ്രസ്ഥാനത്തിൽ ഈ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കോഴിക്കോടിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പയ്യന്നൂര് കേരളമാണ്, ദേവാരുണ്യം എവിടെയാണ്? തമിഴ്നാടാണ്, ബോംബെ മഹാരാഷ്ട്ര, നവഗാലി ബംഗാൾ. 7 ലക്ഷം ഗ്രാമങ്ങളിൽ 10 പേർ വീതം ഉപ്പ് കുറുക്കുവാൻ തുടങ്ങിയാൽ ഈ സർക്കാർ എന്തു ചെയ്യാൻ കഴിയും? ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണല്ലേ. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 ലക്ഷം പേർ വീതം ഉപ്പ് കുറക്കാൻ തുടങ്ങിയാൽ ഈ സർക്കാർ എന്തു ചെയ്യാൻ കഴിയും? ആരുടെ വാക്കുകൾ? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഇനി വട്ടമേശ സമ്മേളനങ്ങൾ. വട്ടമേശ സമ്മേളനങ്ങൾ 30, 31, 32 കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. വട്ടമേശ സമ്മേളനങ്ങൾ എവിടെയാണ്? ജെയിംസ് പാലസ്, ലണ്ടനിലെ ജെയിംസ് പാലസിലാണ് നടന്നിട്ടുള്ളത്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് മഹാത്മാഗാന്ധി. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത വ്യക്തി ആരാണ്? കോൺഗ്രസ് ഗാന്ധിയുടെ നേതൃത്വം നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? അത് അവസാനത്തെ ബഹുജന സമരം ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്ത 1942 ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. ആഹ്വാനം 8-ാം തീയതി ചെയ്യുകയും 9-ാം തീയതി മുതൽ സമരം നടക്കുകയും ചെയ്തു. ക്വിറ്റ് ഇന്ത്യ സമര ദിനം എന്നറിയപ്പെടുന്ന ദിനം ഏതാണ്? ഓഗസ്റ്റ് 9 ആണ് ക്വിറ്റ് ഇന്ത്യ സമര ദിനം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഗാന്ധിജിയുടെ കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിലാവിഷ്കരണം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നമ്മുടെ അടിമ കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിലാവിഷ്കരണം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കാം, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. ഇതിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചത് ആര്? ലാഹോർ സമ്മേളനത്തിൽ പ്രത്യേകപ്പെടാത്തതേ തുടങ്ങിയ 2 ചോദ്യത്തിന് ഉത്തരം എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ മെസ്സപ്പൊട്ടാമിയൻ ആരാധനാലയങ്ങളും ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഉഴുത വയലുമായിരുന്നു അടുത്ത UP സ്കൂൾ അസിസ്റ്റൻ്റ് 2 ചോദ്യം. ആ ചോദ്യം വന്നേക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നദീതട സംസ്കാരങ്ങളിലൂടെയാണ്. അപ്പോൾ നമുക്ക് നദീതട സംസ്കാരങ്ങളിലൂടെ എന്നുള്ള ചാപ്റ്ററിൻ്റെ ബാക്കി പോയിൻറ്റ്സുകളൂടെ പഠിച്ചിട്ട് വേണം LP സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ പോയിൻറ്റുകളെന്ന് നമുക്ക് നോക്കാം. നദീതട സംസ്കാരങ്ങളിലൂടെ ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആരാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. 1921 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആരായിരുന്നു? സർ ജോൺ മാർഷൽ ആയിരുന്നു. 1921 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ഇനി സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴികളിലൂടെയും തീരത്ത് വിവിധ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന സംസ്കാരത്തെയാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നത്. ആ ബാക്കി തന്നെ ഉണ്ടല്ലേ, സിന്ധുവിൻ്റെയും അതിൻ്റെ പോഷക നദികളുടെയൊക്കെ സൈഡുകളിലൂടെ നിലനിന്നിരുന്ന സംസ്കാരത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നത്. പാകിസ്ഥാൻ്റെ പടിഞ്ഞാറ് തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കിർപൂർ വരെയും വടക്കു ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ തീരം വരെയും വ്യാപിച്ചു കിടക്കുന്നതാണ് ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ ഹാരപ്പൻ സംസ്കാരം എവിടെ മുതൽ എവിടെ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? പാകിസ്ഥാൻ്റെ പടിഞ്ഞാറ് തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കിർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ തീരം വരെയാണ് എന്ത് വ്യാപിച്ചു കിടക്കുന്നത്? സിന്ധു നദീതട സംസ്കാരം വ്യാപിച്ചു കിടക്കുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ സിന്ധുയുടെ സംസ്കാരത്തെ തന്നെയാണ് എന്തെന്നും വിളിക്കപ്പെടുന്നത്? ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്.
ചെയ്യുന്നത്. രണ്ട് സംസ്കാരവും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. സിന്ധു നദിയുടെ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നു. സിന്ധു നദി സംസ്കാരം ഗവേഷണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ജോൺ മാർഷൽ ആണ് കേട്ടോ. അപ്പോൾ സിന്ധു നദിയുടെ സംസ്കാര ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സർ ജോൺ മാർഷൽ ആണ്. 1921 നേതൃത്വം നൽകിയത്. ആദ്യമായി ഉത്ഖനനം നടത്തിയ പ്രദേശം ഹാരപ്പയാണ്. ആദ്യമായിട്ട് ഉത്ഖനനം നടത്തിയ പ്രദേശം 1856 ഇന്നത്തെ പാകിസ്ഥാനിലെ മുൾട്ടനി മുതൽ ലാഹോറിലേക്ക് റെയിൽവേ പാത നിർമ്മാണത്തിനിടയിൽ ബ്രിട്ടീഷുകാരായ ബ്രണ്ടൺ സഹോദരന്മാരാണ് സിന്ധു നാഗരികതയുടെ ഭാഗമായ ചുട്ട ഇഷ്ടികൾ കണ്ടെത്തിയത്. ഇതൊരു സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് തിരിച്ചറിഞ്ഞത് സർ ജോൺ മാർഷൽ ആയിരുന്നു. ഇനി ഹാരപ്പയിൽ ഉത്ഖനനം നേതൃത്വം നൽകിയ വ്യക്തി. ഹാരപ്പയിൽ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ദയാം സാഹ്നിയാണ് ഹാരപ്പയിൽ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത്. എന്ന് 1921. മോഹൻജദാരോയിലാണ് ആര് ഉത്ഖനനം നടത്തിയത്? RD ബാനർജി. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹാരപ്പയിൽ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത് ദയാറാം സാഹ്നിയും മോഹൻജദാരോയിൽ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? RD ബാനർജിയുമാണ്. ഇനി എന്താണ് ഈ ഹാരപ്പൻ നഗര സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. ആസൂത്രിതമായി തെരുവുകൾക്ക് ഇരുവശവുമായി വീടുകൾ. ആസൂത്രിതമായിട്ടുള്ള തെരുവുകൾക്ക് ഇരുവശമായിട്ട് വീടുകൾ, എല്ലാ വീടുകളിലും ശൗചാലയം, അഴുക്കുജാല സംവിധാനം, സാമൂഹ്യ വ്യവസ്ഥയും ഭരണവും നിലനിന്ന തെളിവുകൾ ലഭിച്ചിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഹാരപ്പൻ നഗര സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി ഹാരപ്പൻ സംസ്കാരം വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടും. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വെങ്കലയുഗ സംസ്കാരം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഹാരപ്പൻ സംസ്കാരത്തെയാണ് വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിച്ചിരുന്നത്. ഒരു വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച ഹാരപ്പൻ നഗരം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് എവിടെ നിന്നാണ്? മോഹൻജദാരോയിൽ നിന്നാണ് വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചത്. മോഹൻജദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ധാന്യപ്പുരകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ മോഹൻജദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടം. നെൽകൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുള്ള ഹാരപ്പൻ നഗരം. നെൽകൃഷി ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ചത് എവിടെ നിന്നൊക്കെയാണ്? റങ്പൂർ, ലോഥൽ എന്നിവിടങ്ങളിൽ നിന്നാണ് നെൽകൃഷി ചെയ്തിട്ടുള്ള തെളിവുകളൊക്കെ ലഭിച്ചിട്ടുള്ളത്. ഹാരപ്പൻ ജനത ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ചിരുന്നു. ഹാരപ്പൻ ജനത എന്ത് ചെയ്തിരുന്നു? ജലസേചനത്തിന് വേണ്ടി കനാലുകളൊക്കെ നിർമ്മിച്ചിരുന്നു. കളിമൺ, കൽപ്പ ജീവികളുടെ കളിമൺ രൂപങ്ങൾ എന്നിവ ഹാരപ്പൻ നഗരങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കളിമണ്ണ്, കൽപ്പ, അതുപോലെ തന്നെ കളിമൺ, കൽപ്പ ജീവികളുടെ കളിമൺ രൂപങ്ങൾ എന്നിവയൊക്കെ ഹാരപ്പൻ നഗരങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പയിലെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയായിരുന്നു? ഗോതമ്പ്, ബാർലി, തിന, നെല്ല്, പരുത്തി, എള്ള്, പയറുവർഗ്ഗങ്ങൾ എന്നൊക്കെ പറയും. ചരിത്രകാരന്മാർ മെലൂഹ എന്ന അഭിപ്രായപ്പെട്ട പ്രദേശമാണ് ഏത്? ഹാരപ്പ. ചരിത്രകാരന്മാർ മെലൂഹ എന്ന അഭിപ്രായപ്പെട്ട പ്രദേശം ഏതാണ്? അത് ഹാരപ്പയാണ്. സിന്ധു നദീതട സംസ്കാരത്തിലെ കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രം ഏതാണ്? ലോഥലാണ് കേട്ടോ. അപ്പോൾ സിന്ധു നദീതട സംസ്കാര കേന്ദ്രത്തിലെ കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രം ഏതാണ്? ലോഥലാണ്. മുത്തു നിർമ്മാണ കേന്ദ്രത്തിന് തെളിവുകൾ ലഭിച്ച സിന്ധു നദ കേന്ദ്രം. മുത്തു നിർമ്മാണത്തിന് തെളിവുകൾ നിർമ്മിച്ച സിന്ധു നദ കേന്ദ്രം ഏതാണ്? ലോഥലാണ്. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന് വൈദഗ്ധ്യമുള്ളവരായിരുന്നു ആര്? ഹാരപ്പൻ ജനത. അപ്പോൾ ഈ ഒരു കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വൈവിധ്യം ആർക്കുണ്ടായിരുന്നു? ഹാരപ്പൻ ജനത ഉണ്ടായിരുന്നു. നർത്തകിയുടെ വെങ്കല പ്രതിമ. നർത്തകിയുടെ വെങ്കല പ്രതിമ എവിടെ നിന്ന് ലഭിച്ചത്? മോഹൻജദാരോയിൽ നിന്നാണ് ലഭിച്ചത്. സിന്ധു നിവാസികൾ മൃഗങ്ങളെയും ആരാധിച്ചിരുന്നു. അവരെന്ത് ചെയ്തിരുന്നു? മൃഗങ്ങളെയും ആരാധിച്ചിരുന്നു. ഏകദേശം BC 1700 ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങി. BC 1700 എന്ത് ചെയ്തു? ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങി. എന്തായിരുന്നു ഹാരപ്പൻ സംസ്കാരം തകർച്ചയ്ക്കുള്ള കാരണം? വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ച, പകർച്ചവ്യാധി എന്നിവ മൂലമൊക്കെ എന്ത് ചെയ്തു? പിൽക്കാലത്ത് ഹാരപ്പൻ സംസ്കാരം നശിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഹാരപ്പൻ സംസ്കാരത്തിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ചരിത്രകാരന്മാർ മെലൂഹ എന്ന അഭിപ്രായപ്പെട്ട പ്രദേശം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഹാരപ്പയാണ്. സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രം കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രം ഏതാണ്? ലോഥലാണ്. മുത്തു നിർമ്മാണത്തിന് തെളിവ് ലഭിച്ച പ്രദേശം ഏതാണ്? ലോഥലാണ്. നർത്തകിയുടെ വെങ്കല പ്രതിമ, വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് മോഹൻജദാരോയിൽ നിന്നാണ്. മോഹൻജദാരോ ഏറ്റവും വലിയ കെട്ടിടങ്ങൾ ധാന്യപ്പുരകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. നെൽകൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ചതെന്നാണ്? റങ്പൂർ ആണ് ലോഥൽ. കാരണം ഇത് ഉഴുത വയലാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചോദിക്കാനുള്ള സാധ്യത LPയിലുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നെൽകൃഷി ചെയ്തതിന് തെളിവ് ലഭിച്ചത് എവിടെയാണെന്നാണ്? റങ്പൂരിൽ നിന്നാണ് സ്ഥിതി ചെയ്യുന്നത്. സംസ്കാര കേന്ദ്രം കണ്ടെത്തിയിട്ടുള്ളത് പാകിസ്ഥാനിൽ നിന്നാണ്. മോഹൻജദാരോ, സുത്കാജൽ, ദോറൊക്കെ പാകിസ്ഥാനാണ്. അലങ്കിപ്പൂർ, ബനാവാലി, കാലി ബംഗാൾ, ലോഥൽ, ധോളവീര, റങ്പൂർ, ഷോട്ടുഗായ് ഇതൊക്കെ എന്താണ്? ഷോട്ട്ഗായ് ഒഴിച്ച് നമ്മുടെ അലങ്കിപ്പൂർ, ബനാവാലി, കാലി ബംഗാൾ, ലോഥൽ, ധോളവീര, റങ്പൂർ ഇത്രയും ഇന്ത്യയിൽ നിന്ന്, ഷോട്ട്ഗായ് മാത്രം അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഹാരപ്പ, മോഹൻജദാരോ,
സുത്കാജൽ ദോർ പാകിസ്ഥാൻ, ഷോട്ടുഗായ് അഫ്ഗാനിസ്ഥാൻ. ബാക്കിയെല്ലാം എവിടെ നിന്നാണ് ഉത്ഖനനം ചെയ്ത് ലഭിച്ചിട്ടുള്ളത്? അതൊക്കെ ഉത്ഖനനം ചെയ്ത് ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നും ആണ്. ഇനി നമ്മൾ അടുത്ത സംസ്കാരം നോക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന എന്ത് പേരിലാണ്? ഫറോവ എന്ന പേരിലാണ് ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. കേടുകൂടാതെ സൂക്ഷിക്കുന്ന മൃതശരീരം ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? മമ്മി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. കേടുകൂടാതെ സൂക്ഷിക്കുന്ന മൃതശരീരം മമ്മി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മമ്മികൾ സൂക്ഷിച്ചിരിക്കുന്ന വലിയ ശവകുടീരങ്ങളെയാണ് പിരമിഡുകൾ എന്ന് വിളിക്കുന്നത്. ഈജിപ്തിലെ നൈൽ നദീതീരത്ത് വളർന്നു വന്ന സംസ്കാരമാണ് ഏത്? ഈജിപ്ഷ്യൻ സംസ്കാരം. അപ്പോൾ നൈൽ നദീതീരത്ത് വളർന്നു വന്ന സംസ്കാരം താഴെ പറയുന്നവർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അതുകൂടാതെ മറ്റു തൊഴിലുകളും അവർക്കുണ്ടായിരുന്നു. നെയ്ത്ത്, സ്ഫടിക പാത്ര നിർമ്മാണം എന്നിവയൊക്കെ അവരുടെ പ്രധാനപ്പെട്ട തൊഴിലുകളായിരുന്നു. ഈജിപ്ഷ്യൻ ജനത ശാസ്ത്രരംഗത്ത് കൈവരിച്ച പുരോഗതികൾ ഏതൊക്കെയാണ്? സൗര കലണ്ടർ, സൂര്യഘടികാരം, ജലഘടികാരം എന്നിവയാണ് ഈജിപ്ഷ്യൻ ജനത ശാസ്ത്രരംഗത്ത് കൈവരിച്ച പ്രധാനപ്പെട്ട പുരോഗതികൾ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള പ്രതിമയാണ് സ്ഫിങ്സ് എന്നറിയപ്പെടുന്നത്. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള പ്രതിമ ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്ഫിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈജിപ്ഷ്യൻ ജനത ശാസ്ത്രരംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ ഏതൊക്കെയാണ്? സൗര കലണ്ടർ, സൂര്യഘടികാരം, ജലഘടികാരം, ഈ നൈലിൻ്റെ തീരത്ത് വാക്കാം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാചീന ഈജിപ്ഷ്യൻ ജനതയുടെ എഴുത്തുവിദ്യയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രാചീന ഈജിപ്തിലെ ജനതയുടെ എഴുത്തുവിദ്യ ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശുദ്ധമായ എഴുത്ത്. എന്തെന്നാണ്? വിശുദ്ധമായ എഴുത്ത്. വിശുദ്ധമായ എഴുത്തെന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ഷംപോലിയാണ് കേട്ടോ. അദ്ദേഹം ഒരു ഫ്രഞ്ച് പണ്ഡിതനായിരുന്നു ഈ ഷംപോലിയോ. നൈൽ നദി മുഖത്ത് കണ്ടെത്തിയ വലിയ ഒരു ശിലയെ റൊസറ്റയിൽ ഈ ലിപി എഴുതിയിരുന്നു. അപ്പോൾ എന്താണ് റൊസറ്റയിലാണ് ഈ ഒരു ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞ ലിപി എഴുതിയിട്ടുണ്ടായിരുന്നത്. ഹൈറോഗ്ലിഫിക്സ് എന്ന ലിപിയുടെ പ്രത്യേകത എന്താണ്? പ്രാചീന ഈജിപ്ഷ്യൻ ജനതയുടെ എഴുത്തുവിദ്യയായിരുന്നു. വിശുദ്ധമായ എഴുത്തെന്നാണ് അതിൻ്റെ ആ വാക്കിൻ്റെ മീനിങ് വരുന്നത്. ഷംപോലിയോ, ഫ്രഞ്ച് പണ്ഡിതനായിട്ടുള്ള ഷംപോലിയോ ആണ് ഈ ലിപി ആദ്യമായിട്ട് വായിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് മെസൊപ്പൊട്ടാമിയ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാം. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്ത് വളർന്നു വന്ന സംസ്കാരമാണ് ഏത്? മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം മെസൊപ്പൊട്ടാമിയയിൽ നിന്നാണ് ഈ തവണത്തെ UP സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിന്നോ അതുപോലെ തന്നെ ചൈനീസ് സംസ്കാരത്തിൽ നിന്നോ ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്നോ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം മെസൊപ്പൊട്ടാമിയ സംസ്കാരം ചോദിക്കാൻ സാധ്യതയില്ല എന്നല്ല പറഞ്ഞത്, മറ്റത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്ത് വളർന്നു വന്ന സംസ്കാരമാണ് ഏത്? മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരം എവിടെയായിരുന്നു? നൈൽ നദീതീരത്ത് വളർന്നു വന്നതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. സിന്ധുവും അതിൻ്റെ കൈവഴികളിലും വളർന്ന സംസ്കാരം ഏത് പേരിൽ അറിയപ്പെടുന്നു? സിന്ധു നദി സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്ത് വളർന്നു വന്ന സംസ്കാരമാണ് ഏത്? മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം. മാറിപ്പോവരുത്, ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി PSC ചോദിച്ചിട്ടുള്ള UP സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യം ഈ കിടക്കുന്നു. സിഗറാത്തുകൾ എന്നറിയപ്പെടുന്ന ആരാധനാലയങ്ങൾ നിലനിന്ന സംസ്കാരം. അപ്പോൾ സിഗറാത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മെസൊപ്പൊട്ടാമിയയിലെ ആരാധനാലയങ്ങളെയാണ് സിഗറാത്തുകൾ എന്ന് വിളിച്ചത് കേട്ടോ. അപ്പോൾ ഈ കിടക്കുന്നതാണ് നമ്മുടെ UP സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യം. മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തിൽ ഈ ഒരു ഭാഗത്തു നിന്നാണ് PSC കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ പ്രദേശമാണ് പ്രാചീന മെസൊപ്പൊട്ടാമിയ. അപ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള ഒരു പ്രദേശമാണ് ഏത്? ഈ മെസൊപ്പൊട്ടാമിയ എന്ന് പറയുന്നത്. മെസൊപ്പൊട്ടാമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ്? രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. ഏതാണ് ഈ രണ്ട് നദികൾ? യൂഫ്രട്ടീസും ടൈഗ്രീസുമാണ് കേട്ടോ ഈ രണ്ട് നദികൾ. അപ്പോൾ എന്താണ്? നൈൽ നദിയുടെ തീരത്ത് വളർന്ന സംസ്കാരമാണ് ഏത്? ഈജിപ്ഷ്യൻ സംസ്കാരം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള സംസ്കാരമാണ് ഏത്? മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം. മെസൊപ്പൊട്ടാമിയ നിലനിന്ന 4 സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്ന് പറയുന്ന 4 സംസ്കാരങ്ങൾ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മെസൊപ്പൊട്ടാമിയ സംസ്കാരത്തിൽ 4 സംസ്കാരങ്ങളെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് ഓരോ സംസ്കാരത്തെയും എടുത്തെടുത്ത് പഠിക്കേണ്ടതൊക്കെയാണ്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ഓർത്ത് പോകുക. മെസൊപ്പൊട്ടാമിയ നിലനിന്ന 4 വ്യത്യസ്ത സംസ്കാരങ്ങളാണ് ഏത്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നൊക്കെ പറയുന്നത്. ഇനി മെസൊപ്പൊട്ടാമിയയുടെ ജനത പ്രധാന നഗരങ്ങൾ, ഇവർ വളർന്ന അവിടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറുക്ക്, ലഗാഷ് എന്ന് പറയുന്നതായിരുന്നു. മെസൊപ്പൊട്ടാമിയയുടെ ജനതയുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉറുക്ക്, ലഗാഷ് ആണ്. മെസൊപ്പൊട്ടാമിയയിലെ എഴുത്തുവിദ്യ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ക്യൂണിഫോം എന്ന പേരിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. മെസൊപ്പൊട്ടാമിയയിലെ എഴുത്തുവിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ക്യൂണിഫോം എന്ന പേരിൽ അറിയപ്പെടുന്നു. മെസൊപ്പൊട്ടാമിയൻ ജനത ശാസ്ത്രരംഗത്ത് കൈവരിച്ച പുരോഗതികൾ ഏതൊക്കെയാണ്? ചന്ദ്ര കലണ്ടർ, ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം മേഖലകളിലൊക്കെ എന്താണ് അവർ
വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. അപ്പം മെസൊപ്പൊട്ടാമിയൻ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ക്യൂണിഫോം എന്ന പേരിലാണ്. മെസൊപ്പൊട്ടാമിയൻ ജനതശാസ്ത്ര രംഗത്ത് കൈവരിച്ച പുരോഗതികളാണ് ചന്ദ്രക്കലണ്ടർ, ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിലൊക്കെ അവർ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. ഇനി അടുത്തത് ചൈനീസ് സംസ്കാരമാണ്. ഹൊയാഹോ നദീരത്തിൽ നിന്ന് സംസ്കാരമാണ് ഏത്? ചൈനീസ് സംസ്കാരം എന്ന് പറയുന്നത്. എന്താണ്? ഹൊയാഹോ നദീരത്തിൽ നിന്ന് സംസ്കാരത്തെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ചൈനീസ് സംസ്കാരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ LP UP വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, OMR ഷീറ്റ് എക്സാം പ്രാക്ടീസ്, അതുപോലെ തന്നെ 40 സെറ്റ് മോഡൽ LP UP വേണ്ടി പ്രാക്ടീസ് എഴുതുന്നവർക്ക് വേണ്ടിയുള്ള എക്സാം പ്രാക്ടീസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻ സെറ്റൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വെച്ച് നമ്മൾ ചെയ്തേക്കുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങളാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യൻ സെറ്റോ എക്സാമോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. മുഴുവൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കത് നല്ല രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ഉപയോഗിച്ച് ഇത് എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഹൊയാഹോ നദീരത്തിലുള്ള സംസ്കാരമാണ് ഏത്? ചൈനീസ് സംസ്കാരം എന്ന് പറയുന്നത്. പ്രധാന തൊഴിൽ കൃഷി, നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയൊക്കെയായിരുന്നു. ചൈനീസ് ജനത 365 ദിവസമുള്ള കലണ്ടർ തയ്യാറാക്കിയിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് എഴുത്തുവിദ്യയും ചൈനീസ് സംസ്കാരത്തിൽ നിലനിന്നിരുന്നതായിട്ട് പറയപ്പെടുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ചൈനീസ് സംസ്കാരം, ഹൊയാഹോ നദീരത്തിൽ സംസ്കാരം, മെസൊപ്പൊട്ടാമിയ സംസ്കാരം എങ്ങനെയാണ്? യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്ന നദികൾക്കിടയിൽ നിന്ന സംസ്കാരം. അതുപോലെ തന്നെ ഹൈറോഗ്ലിഫിക്സ് ലിപി ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് പറയുന്നത്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഹൈറോഗ്ലിഫിക്സ്. ക്യൂണിഫോം ലിപി ആണെങ്കിലോ മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഏത് സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചു? സിന്ധുവായിട്ട് സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചല്ലേ. സിന്ധുവായിട്ട് സംസ്കാരം എന്താണ്? സിന്ധുവിൻ്റെയും അതിൻ്റെ പോഷക നദികളുടെയും വളർന്നു വന്ന സംസ്കാരമാണത്. ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്തിലെ എന്താണ് നമ്മുടെ ഈ നൈൽ നദി തീരത്ത് വളർന്നു വന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതിൻ്റെ വിലയേറെ കമൻറ്റുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം. എന്നാലാണ് കൂടുതൽ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്കൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. ഗ്രാമങ്ങളിൽ കൃഷിയിടങ്ങൾ ഫലഭൂഷ്ടമായിരുന്നു. സിന്ധു നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണായിരുന്നു ഈ ഫലപുഷ്ടിക്ക് അടിസ്ഥാനം. രാജസ്ഥാനിലെ കാലി ബംഗലിൽ നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നു. PSC ചോദിച്ചിട്ടുള്ള ആ ചോദ്യം എവിടെ നിന്നായിരുന്നു? ഈ ഒരു പോയിന്റിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള നമ്മൾ രണ്ടാമത്തെ പോയിന്റ് നദീ സംസ്കാരങ്ങളിലൂടെയുള്ള PSC ചോദിച്ച രണ്ടാമത്തെ പോയിന്റ് നമ്മളിതേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം നമ്മൾ കണ്ടെത്തി. രാജസ്ഥാനിലെ കാലി ബംഗനിൽ നിലമുഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നു. അപ്പോൾ ഈ പോയിന്റിൽ നിന്നാണ് PSC എന്ത് ചോദിച്ചിരുന്നത്? UP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഹിന്ദുയുടെ സംസ്കാര കേന്ദ്രങ്ങളിൽ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത്. രാജസ്ഥാനിലെ കാലി ബംഗനിൽ നിലമുഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നു. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഇതും കിട്ടിയല്ലോ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.